നമ്മൾ ജിത്തു സാർ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമ സിനിമയാണെന്ന് പറഞ്ഞിട്ട്. കാരണം പടത്തിന്റെ മെയിൻ അതാണ്, സോള് തന്നെ ഇമോഷനാണ്. അപ്പൊ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില ആൾക്കാരെ കണ്ടൊക്കെ നിറഞ്ഞു കാണുന്നു. ലാലേട്ടന് വേണ്ടി മ്യൂസിക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രഷറാണല്ലോ ശരിക്കും. ചെയ്ത് വന്നിട്ട് ലാൽ സാർ സ്ക്രീനിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രഷർ വരും. ഇപ്പൊ എസ്പെഷ്യലി ലാൽ സാറിന്റെ ഇൻട്രോ സീനൊക്കെ വരുന്ന സമയത്ത് ഒന്ന് സ്റ്റക്കാവും. അയ്യോ നമ്മുടെ ഇവിടെ എന്തോ കാര്യമായിട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഡിമാൻഡിങ് ഫീൽ വരും. അപ്പോ ലാലേട്ടന് ശരിക്കും മീറ്റ് എന്താ പറഞ്ഞത് ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗുഡ് ജോബ്, ഗ്രേറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളി അങ്ങനെ പറഞ്ഞു. അതപ്പൊ തന്നെ പുള്ളി പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ, പുള്ളി വെറുതെ പറയില്ല. പുള്ളി വന്നിട്ട് ഈ കോറസ് കേട്ടപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ഇറ്റ് ഹിറ്റ്സ് യു ഹിയർ എന്ന് പറഞ്ഞു. ഓ, ആ കോറസിന്റെ ഫസ്റ്റ് റൂഹേ വന്നപ്പോൾ ഒരു ഗൂസ്ബംസ് സാധനം വന്നു. അപ്പൊ അതും ഇമോഷൻ ബേസ് ആണ്. എനിക്കും ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണു നിറയും. അതിപ്പോ എല്ലാരും ഇന്നലെ തൊട്ട് പറഞ്ഞ സാധനമാണ് ലാലേട്ടൻ ഈസ് ബാക്ക്. നല്ലൊരു പെർഫോമൻസ്, അത് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിനിമ വരാത്തോണ്ടാണല്ലോ. അല്ലാണ്ട് ലാൽ സാർ തന്നെയാണ്, അതിൻ്റെ ഒന്നും മാറ്റമൊന്നുമില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ലാൽ സാറിന് ഇൻട്രോ വന്നപ്പോൾ കയ്യടിയും ആൾക്കാരുടെ ഇതും ആ സ്കോറും കൂടി ശരിയാണോ, എന്റെ മ്യൂസിക്കാണല്ലോ ഈ പ്ലേ ആണല്ലോ. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നേരെന്ന് പറഞ്ഞ സിനിമ അതിമനോഹരമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ച റെസ്പോൺസും സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകൾ ഒന്നായിട്ട് പറയുന്നത് മ്യൂസിക് കൂടെയാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ശ്യാം. സോ വെൽക്കം ടു ഫുൾ ബീറ്റ്. അപ്പോൾ എന്തോ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഫാൻസ് ആണെങ്കിലും രാത്രി ഫാമിലീസ് വരുന്നു, ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ എന്താ ഒരു ഇനീഷ്യൽ റെസ്പോൺസ്? ആ ഒരു ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഇമോഷൻസ് വെക്കാവുന്നതിൽ അതാണ്, കാരണം പടത്തിന്റെ മെയിൻ അതാണ്, സോള് തന്നെ ഇമോഷനാണ്. അപ്പൊ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില ആൾക്കാരെ കണ്ടൊക്കെ നിറഞ്ഞു കാണുന്നു. ആ ഒരു പാഷൻ ഫീൽ ചെയ്യാം എൻഡിങ്ങിൽ ഇറങ്ങി പോകുമ്പോഴേ. നമ്മളിപ്പോ ഒരു ആക്ഷൻ സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇതായിരിക്കില്ല, ഒരു ഇമോഷണൽ എൻഡിങ് ആണ് സംഭവം. എല്ലാവർക്കും അത് വർക്കാവുന്നുണ്ടതിൽ ഭയങ്കര സന്തോഷം. ശരിക്കൊരു കാരണം ഈ ലാലേട്ടന്റെ BGMകൾക്ക് ഭയങ്കര സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടല്ലോ. ഈ മുതല് രാജാവിന്റെ മകൻ അങ്ങനെയൊക്കെ 20ാം നൂറ്റാണ്ടൊക്കെ. അപ്പൊ ഈ ലാലേട്ടന് വേണ്ടി മ്യൂസിക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പ്രഷറാണല്ലോ ശരിക്കും. അത് കുറവായിരുന്നു, റാമിനേക്കാളും കുറച്ചുകൂടെ കുറവായിരുന്നു ശരിക്കും നേര് ചെയ്യുമ്പോൾ. അത് ആസ് എ ഹോൾ നമ്മൾ സ്ക്രിപ്റ്റിന്റെ ബേസിസിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ അങ്ങനെ ആലോചിക്കുന്നില്ല. സാറ് പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ കഥാപാത്രം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ സ്ക്രിപ്റ്റിനുള്ള മ്യൂസിക്കാണ് ആദ്യം ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് വന്നിട്ട് ലാൽ സാറ് സ്ക്രീനിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രഷർ വരും. കാരണം നമ്മൾ എത്രയോ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ചെറുതായിരിക്കുന്ന തൊട്ടേ നമ്മൾ ഓരോ BGMs ഒക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി ലാൽ സാറിന്റെ ഇൻട്രോ സീനൊക്കെ വരുന്ന സമയത്ത് ഒന്ന് സ്റ്റക്കാവും. അയ്യോ നമ്മുടെ ഇവിടെ എന്തോ കാര്യമായിട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഡിമാൻഡിങ് ഫീൽ വരും. കാരണം പുള്ളി അത് ആ സ്ക്രീൻ പ്രസൻസിൽ തന്നെ നമുക്കത്. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇൻട്രോ സീനിലും പുള്ളിയുടെ തീം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വന്നു. നമുക്കൊരു കൂടുതൽ നമ്മളെ പുഷ് ചെയ്യും. അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ ഈ സിനിമകള് ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിൽ മ്യൂസിക് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി എന്താ ആ പ്രോസസ്സ് എങ്ങനെയാ ശരിക്കും? ഒരു സീൻ കൺസീവ് ചെയ്ത് വെച്ച സീനിന് വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രോസസ്സ്? വിഷ്ണു അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? ഇമോഷൻസ് തന്നെ. കാരണം ഞാനും അതേപോലെ ഈക്വലി അത് നാച്ചുറലി വരുന്ന റെസ്പോൺസാണ്. നമ്മളൊരു സീനാണേലും സ്ക്രിപ്റ്റ് എസ്പെഷ്യലി നമുക്ക് ഈ വിഷ്വൽ വരുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഇമോഷൻ വരുമല്ലോ. ഈ തീം കമ്പോസ് ചെയ്ത് തന്നെ അങ്ങനെയാണ്. അതെ അതെ, ആ പടത്തിലെ മെയിൻ സോൾ എന്ന് പറയുന്നത് തന്നെ ആ തീമാണ്. അത് നമ്മുടെ അനശ്വര ചെയ്ത ക്യാരക്ടറിന്റെ തീമാണ്. അപ്പൊ അതാണ് ആദ്യം ഷൂട്ടിന് മുന്നേ ചെയ്തത്. അപ്പൊ അതും ഇമോഷൻ ബേസ് ആണ്. എനിക്കും ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണു നിറയും. അപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് ഇമോഷൻ തന്നെ വരുന്നതാണ്. അപ്പൊ ചെയ്യാൻ വേണ്ടി ഒരു സാധനം ചെയ്യണല്ലോ എന്ന് വെറുതെ കീബോർഡ് വെച്ച് അങ്ങനെ ഇരിക്കുന്നില്ല. ഇപ്പൊ ഈ ഇത്ര സിനിമകൾ ഇപ്പോ നോൺസെൻസില് BGM ഉണ്ടായിരുന്നു, കൂമൻ ചെയ്തു, പക്ഷെ റാമാണ് ഫസ്റ്റ് വരുന്നതെങ്കിലും ഇപ്പോ നേര് സംഭവിക്കുന്നു. ഇതെല്ലാം ബാക്ക് ടു ബാക്ക് വരുന്ന സംഭവങ്ങളാണ്. ഇത് 3ാമത്തെ സിനിമയാണ് ജിത്തു സാറായിട്ട് ബാക്ക് ടു ബാക്ക്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയും ആൻഡ് ഫസ്റ്റ് മീറ്റിംഗ് ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നടന്നത് ശരിക്കും? 2019 4 വർഷം മുന്നെയാണ് ഈ റാമാണ് ഫസ്റ്റ് എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രൊജക്റ്റ് അങ്ങനെ. അപ്പൊ അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സാറ് മീറ്റ് ചെയ്യുന്നത്.
എൻ്റെ ഫ്രണ്ട് വിനായക് ത്രൂ ആണ് മീറ്റ് ചെയ്തത്. ലിറിസിസ്റ്റ് വിനായക് ശിവകുമാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെറുതിലെ ഒരുമിച്ച് പഠിച്ച ലോയോള കോളേജിൽ ചെന്നൈയിൽ പഠിച്ച. അപ്പോൾ അവൻ ത്രൂ ആണ് ആക്ച്വലി സാറിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ. അപ്പം അങ്ങനെ സാറ് വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ആ മ്യൂസിക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് സാറ് വിളിച്ചത്. അപ്പോൾ അത് സാറ് ആ സമയത്ത് ഇങ്ങനെ പുതിയൊരാളെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഐ മീൻ സാറിന് ഈ സ്കോർ ആദ്യം ചെയ്യണം. ഈ സ്കോർ ചെയ്യണം തീംസും ഇതൊക്കെ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്യാനും. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാറിന് ആ ഒരു സോൾ ഓഫ് ദ മൂവി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തീം ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് തീംസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത തീം സാറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് സാറ് അങ്ങനെ വരാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരോ തീംസ് വർക്ക് ചെയ്തു. അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ സോങ് ചെയ്തു. അങ്ങനെയാണ് റാം ഇതായത്. ഈ കൂമൻ അതിന്റെ ഇടയിൽ സംഭവിച്ചൊരു അതെ ഞാൻ ഗ്രാമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സാറിന്റെ സ്പേസിൽ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആക്ച്വലി ദൃശ്യം 2 12th മാനും ഒക്കെ ആ സമയത്തായിരുന്നു. അപ്പോൾ ദൃശ്യം 2ന്റെയും 12th മാന്റെയും ട്രെയിലർ ഞാൻ ചെയ്തായിരുന്നു ആ സമയത്ത്. അപ്പോഴും ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴാണ് ഈ കൂമൻ എനിക്ക് ഇതേപോലെ സ്ക്രിപ്റ്റ് തരുന്നത്. അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അതും തീംസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. തീംസ് ആണ് ആദ്യം ഉണ്ടാവുക. അതെ ആ തീംസ് ആദ്യം ചെയ്താൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. കാരണം നമ്മൾ രണ്ടാമത് എസ്പെഷ്യലി സാറിനാണേലും ഒരു മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് എൻ്റെ ഒരു ജോണർ അതൊക്കെ കിട്ടും. എന്നിട്ട് എനിക്കാണേലും നല്ലതാണ്. ഇപ്പം നമ്മൾ അവസാനം ഫൈനലി സ്കോർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി കയ്യിൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു തീമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷ്വൽ വരുമ്പോൾ ഏത് തീം ഇവിടെ പ്ലേസ് ആവണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ഔട്ട് ഓഫ് ബ്ലാങ്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ ആ തീം അതുപോലെ ചിലപ്പോൾ ഏതെങ്കിലും വിഷ്വൽ വെച്ചാൽ തന്നെ അത് അവിടെ ആപ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ നേരിൽ കണ്ടപ്പോ നേരെ എല്ലാരും പറഞ്ഞ കാര്യമാണ്. പലർക്കും ബീജിയം ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ശരിക്കും ഉണ്ടായില്ല. റീതിങ്ക് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എവിടെയാണ് ബീജിയം ഏറ്റവും കൂടുതൽ കിക്ക് ചെയ്ത ഒരു സംഭവം. കാരണം പെർഫോമൻസും അല്ലെങ്കിൽ അത്ര എൻഗേജിങ് ആയിട്ട് പോയി. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കണ്ട ഒരാളാണ് ശരിക്കും വിഷ്ണു. എന്താ ഫീൽ ചെയ്തത് നേരെ ഫസ്റ്റ് കാണുമ്പോൾ? ഈ പറഞ്ഞ നമ്മള് ജിത്തു സാർ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തത്? ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. ഫസ്റ്റ് കണ്ടു വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ഈ പെർഫോമൻസിലാണ് മനസ്സിലായത്. അനശ്വരയുടെ പെർഫോമൻസ്, ഈ ജഗദീഷ് ചേട്ടൻ, സാറ്, സിദ്ദിഖ്, എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഓക്കെ ഇതൊരു വേറൊരു നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നതല്ല, പെർഫോമൻസും അത് എടുത്തിരിക്കുന്ന രീതിയും ആ ഒരു പ്ലേ ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് കൊള്ളാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ മ്യൂസിക് ചെയ്തായത് നമ്മളൊരു സ്കോറിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ആംബിയൻസ് മാത്രം വെച്ച് അങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനൊരു പ്ലേ ഉണ്ട്. അപ്പം അതിന് നമ്മൾ മ്യൂസിക് ഇങ്ങനെ വന്നു പോയി അങ്ങനെ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ത്രൂ ഔട്ട് മാക്സിമം മ്യൂസിക്കും കൂടി അങ്ങനെ ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അത് അറിയാത്ത രീതിയിൽ ചെയ്യണം. നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക്കിലോട്ട് ശ്രദ്ധ പോകാണ്ട് ഡയലോഗ് നമ്മൾ ഡയലോഗിന് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഇടയ്ക്ക് ഹൈ ആവുന്ന ചില മൂമെന്റ്സ് ഉണ്ടല്ലോ, അതായത് ചില സീനിൽ ഇപ്പോ റിയാക്ഷൻസ് വരുമ്പോ അത് ഭയങ്കര ഹൈ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ചില പോയിന്റിൽ അത് ഇങ്ങനെ ബെറ്റഡ് ആയിട്ട് പോകുമെങ്കിലും ജിത്തു സാറിന് എപ്പോഴുള്ള പ്ലസ് അപ്പ് പോയിന്റ് ആണ്. അതായത് റിയാക്ഷൻസ് ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് കൺവേ ചെയ്യിക്കാം. ആ ഒരു പരിപാടി എങ്ങനെയാ ഈ റിയാക്ഷൻസിൽ ബീജിയം ഹൈ ആയിട്ട്? റിയാക്ഷൻസ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡിമാൻഡിങ് ആണ്. നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്ത് പോയാൽ മതി. പക്ഷെ റിയാക്ഷൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ ആ മ്യൂസിക് ലിഫ്റ്റ് ചെയ്തേ പറ്റൂ. എന്താ ദൃശ്യത്തിലൊരു സംഭവം ഉണ്ടല്ലോ. അതെ അത് സാറിന്റെ മേക്കിംഗ് രീതിയിൽ. അപ്പൊ നമ്മൾ എല്ലാരും ഞെട്ടിയിട്ട് നോക്കുന്ന ഷോട്ടും ഇതൊക്കെ. അപ്പൊ അതിനകത്തൊരു ഇതൊക്കെ വരുമ്പോഴേ ചാർജിങ് ഒക്കെ വരുമ്പോൾ നമ്മളത് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ മ്യൂസിക്കിന് ഇങ്ങനെ ഒരു സാധനം വരണം. അപ്പൊ അത് വന്നാലേ പറ്റൂ. അപ്പൊ ആ സീനിന് എക്സ്ട്രാ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ചെയ്യണം എന്തായാലും. അതിപ്പോ ലാലേട്ടൻ ശരിക്കും മീറ്റ് എന്താ പറഞ്ഞത് ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ? നമ്മുടെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു ലാൽ സാറിന് പടത്തിന് മുന്നേ ആയിട്ട്. അപ്പൊ ആ സമയത്ത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗുഡ് ജോബ്, ഗ്രേറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അല്ല ഇപ്പൊ കൂമൻ കണ്ടായിരുന്നു സാർ? അപ്പൊ ഈ കൂമന്റെ ടൈറ്റിൽ ട്രാക്ക് അല്ലെങ്കിൽ ട്രാക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ. ഈ ആസിഫിക്ക ഇടയ്ക്ക് ഓടുന്നതും ആസിഫിക്കയുടെ ഒരു ട്രാവല് മൊത്തത്തില് കാണിക്കുന്ന ഒരു ട്രാക്ക് ഭയങ്കര ചർച്ചയായിരുന്നു കഴിഞ്ഞിട്ട്. അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ രണ്ട് ജോണർ ആണെങ്കിൽ എങ്ങനെ ത്രൂ ഔട്ട് ആ ഒരു മിക്സപ്പ്? അത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണറാണ്. ആക്ച്വലി കൂമന് നമ്മളൊരു
എന്താ പറയാ ഈ എത്നിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒരു ഒരു ഗ്ലോബൽ മിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കേട്ടാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് വീണയും മൃദംഗവും ഒക്കെ വെച്ചിട്ട്, എന്നാൽ പിന്നെ അതിനൊരു ഒരു ഗ്ലോബൽ ഫീൽ കൊടുക്കുന്ന രീതി, ഇച്ചിരി ഹോളിവുഡും ഇതും കൂടി മിക്സ് ആയ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ കൂവന്നെ സൗണ്ടിങ് ഇപ്പൊ ജിത്തു സാറിന്റെ പൊതുവെയുള്ള അതുവരെയുള്ള സിനിമ സാർ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷിഫ്റ്റ് ഫീൽ ചെയ്യണം. അത് സാർ തന്നെ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനുള്ള ഫ്രീഡം തന്നു, ഇങ്ങനെ നമുക്ക് ഈ സ്ഥിരം പാറ്റേൺ വിട്ടിട്ട്. അപ്പൊ ആ സമയത്ത് തന്നെ ഇറങ്ങിയ സമയത്തും പടം കണ്ടു കുറെ പേർക്ക് ഈ മ്യൂസിക് കാരണം ചോദിച്ചു, പടം കണ്ടിട്ടല്ല മ്യൂസിക് കാരണം ചോദിച്ചു, ഈ മ്യൂസിക് കേട്ടിട്ട് ഇത് ജിത്തു ജോസഫ് പടം ആണോ എന്നുള്ളത്. കാരണം അവർക്കും അത് ഫീൽ ചെയ്തു, ആ ഒരു ഡിഫറൻസ്, സൗണ്ടിങ്ങിലുള്ള ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പടത്തിനും അത് എല്ലാം കൊണ്ടും ഒരു അകത്തൊരു ഔട്ട്പുട്ട് വന്നു. ഈ പറഞ്ഞ അതും ഇതേപോലെ തീംസ് ആദ്യം ചെയ്താണ് ആസിഫ് അലി ആ തീം ചെയ്തത്, ഗിരിന്റെ ഒരു തീം ഉണ്ടായിരുന്നു. അതെ അതെ, അതിന്റെയും തീം ഈ 3 തീമോളം ചെയ്തു. ഇതിലിപ്പോ വിദ്യാജിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് മ്യൂസിക്കില് ശരിക്കും പറയുകയാണെങ്കിൽ? കാരണം പുള്ളി ഇപ്പൊ നമുക്ക് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പുള്ളിയുടെ പോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ശരിക്കും ഭയങ്കരമാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അദ്ദേഹം മ്യൂസിക്കകത്ത് ജോണറുകളില്ല, എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ഈവൻ ദേവദൂതനാണ് ഇന്നും ലാലേട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐക്കോണിക് തീമുകൾ ഒന്നായിട്ട് പറയുന്നത്. എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ വിദ്യാജി? ഇൻഫ്ലുവൻസ് എനിക്ക് പ്രണയമാണ്, പുറത്ത് പറയാനില്ല. കാരണം ഞാൻ അതിങ്ങനെ ബ്ലഡിലുണ്ടെന്ന് പറഞ്ഞ പോലെ ആ നമ്മൾ ചെറിയ 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് തൊട്ടേ നമ്മളെ ചെറിയ പ്രായം തൊട്ടേ നമ്മളെ മനസ്സിലേക്ക് കയറി ഇതായിട്ട് എപ്പോഴും തലയിലുണ്ടാവുന്ന അറിയില്ലേ, അതുപോലെ ആ സമയം തൊട്ടേ പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ വീണ്ടും കേട്ടിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയില്ലേ ഒരു മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വേണ്ട, ഇതിപ്പോ ഇനി റീവിസിറ്റ് ചെയ്ത് കേൾക്കേണ്ട ആവശ്യം കൂടി ഇല്ല. നമ്മുടെ സാറ് ഇതുവരെ ചെയ്ത വായിലുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇതിനകത്തുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ സാറിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇരുന്നതൊക്കെ കാരണം അത് എന്തെങ്കിലും ഒരു ട്യൂണൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു അംശങ്ങൾ വരും. അത് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ അത് സന്തോഷമുള്ളൂ. ആരെങ്കിലും ഇപ്പോൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഫ്രേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോൾ ഒരു സാറിൻ്റെ ഒരു വാസന അടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷം. ആക്ച്വലി അതിലൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ചില ആൾക്കാർ പറയില്ല നമുക്ക് ഓൾറെഡി ഏതോ പാട്ട് പോയിട്ടുണ്ടെന്നൊക്കെ തോന്നി. ഇതുവരെ അങ്ങനെ വരാണ്ട് നോക്കും. പക്ഷെ നമ്മളൊരു പാട്ട് നമ്മുടേതായ ഒരു വോയിസ് എന്തായാലും വരും, പക്ഷെ ഇൻഫ്ലുവൻസ് എന്തായാലും വരും. അത് സ്കോറിലാവാം പാട്ടിലായിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത്. ഈ വിദ്യാജി ഹാർമോണിയം വെച്ചിട്ടാണ് ഇപ്പോഴും കമ്പോസ് ചെയ്തതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ് അടുത്തുനിന്ന് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ എൻ്റയർലി ഡിഫറെന്റ് ആണെന്ന് അറിയാം. പക്ഷെ എന്നാലും എങ്ങനെയാ അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ കഥ കേട്ട് ഇപ്പൊ പുള്ളിയുടെ ഒരു ട്രാവൽ എങ്ങനെയാ? ഒരു മ്യൂസിക് സാറ് ഹാർമോണിയം വെച്ച് ഇരുന്നാൽ തന്നെ നമുക്കൊരു ഓറ ഫീൽ ചെയ്യും. അടുത്ത് പോയിരുന്നത് നിങ്ങൾക്ക് കാണില്ലോ, ആര് പോയിരുന്നു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പുള്ളി ഹാർമോണിയം വെച്ച് ഇരുന്നാൽ നമ്മൾ അവിടെ നിന്ന് പോകില്ല, നമ്മളവിടെ ഇരുന്നു. അതിപ്പോൾ കമ്പോസിഷൻ ആണെങ്കിലും ഓൾറെഡി ചെയ്ത പാട്ട് പാടുകയാണെങ്കിലും പുള്ളി ഹാർമോണിയം വായിച്ച് സാറിൻ്റെ അത് ചിരിയൊക്കെ ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള. അപ്പോൾ സാറ് എല്ലാ പാട്ടും ചെയ്യുന്നത് അങ്ങനെ തന്നെ, അതിൽ പെട്ടെന്നായിരിക്കും. കമ്പോസിഷൻസ് ഒന്നും ഇങ്ങനെ അധികം സമയമൊന്നും എടുക്കില്ല. ഇങ്ങനെ ഹാർമോണിയം വെച്ചിരിക്കും, പെട്ടെന്ന് ഒരു ഐഡിയ വരും, അപ്പൊ തന്നെ അത് ഹാർമോണിയം വായിച്ചു. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ഒക്കെ സാറ് സ്പോട്ടിലാണ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പത്തെ പോലെ പോയിട്ട് വാ അങ്ങനെയൊന്നുമല്ല. സാറ് ഒരു സെഷൻ വെക്കും, സ്റ്റുഡിയോട്ട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും വരും, വന്നിരുന്ന് കഥ മുന്നേ ചിലം പറഞ്ഞാണ്, പക്ഷെ ഫ്രണ്ട് വന്നിരുന്നിട്ട് അവരെ ഫ്രണ്ടിലിരുത്തിയിട്ടാണ് ഈ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അപ്പൊ നമുക്ക് അവരുടെ റിയാക്ഷൻസ് ഒക്കെ സാർ ഫേസിലൂടെ റീഡ് ചെയ്യും. എന്തൊക്കെ ട്യൂൺ ചെയ്തിട്ട് അവരെ മുഖത്ത് പോകും, അവരുടെ റിയാക്ഷൻ. ചില ആൾക്കാർ അവരെ പറയും, ചോദിക്കും. അപ്പൊ തന്നെ അവര് ഇത് ശരി വേണ്ട, ഓക്കെ അടുത്ത ട്യൂൺ, അങ്ങനെ ഓരോ ട്യൂൺ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യും. അപ്പൊ അവർക്ക് അപ്പൊ തന്നെ നമുക്ക് വേണ്ടുന്നത് എന്താണെന്നുള്ള സാറിന് മനസ്സിലാവും. അപ്പൊ തന്നെ എന്നിട്ട് ട്യൂൺ ഫിക്സ് ആക്കി പിന്നെയാണ് റെക്കോർഡിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ല ഇപ്പൊ അതുപോലെയാണോ വിഷ്ണുവിന്റെ പ്രോസസ്? അങ്ങനെ അതോ കുറെ ടൈം എടുത്ത്? ഇല്ല, അതുപോലെ ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലായിട്ടില്ല. വല്ലപ്പോഴൊക്കെ പറ്റുമോ, പക്ഷെ ഇതുപോലെ എല്ലാരും വന്ന് ഇരുത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള അതൊരു വേറെ ലെവൽ ഓഫ് ഇത് വേണം. അങ്ങനെ വന്നാൽ എനിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമുക്ക് ട്രൈ ചെയ്തൊക്കെ നോക്കാം. അല്ല പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ എന്ന് പറഞ്ഞാല് സാറിന്റെ സമയം തൊട്ടേ ഉള്ളതെന്ന് വെച്ചാൽ സാറിന് നമ്മൾക്ക് ഈ ട്യൂണ് മാത്രം ചെയ്ത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ സാറിനകത്തുള്ള ഒരു ബിലീഫ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ഈ വെറും ട്യൂണ് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഹാർമോണിയത്തിൽ വായിച്ച് പാടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും? കാരണം നമ്മളിപ്പോ എല്ലാം സൗണ്ടിങ് ബേസ്ഡ്, ഓർക്കസ്ട്ര ബേസ്ഡ് എല്ലാം അങ്ങനെ. അപ്പൊ ഈ മെലഡി മാത്രം പാടിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്.
അപ്പോൾ ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പാട്ടയക്ക് പറയും. പാട്ടയക്കുമ്പോൾ പാട്ടായിട്ട് തന്നെ കേൾക്കണം വിത്ത് ട്രാക്ക്, നല്ല വോയിസോടുകൂടി. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അതുപോലെ പോയിട്ട് നമുക്ക് കണ്ടിരുത്തി ഇങ്ങനെ പാടി കമ്പോസ് ചെയ്താൽ പോലും അവർക്കൊരു ജഡ്ജ്മെന്റ് കിട്ടില്ല. പക്ഷെ സാറ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സാറിനുള്ള ഒരു വിശ്വാസം ഉണ്ട്, നമുക്കറിയാലോ ഇതെങ്ങനെ വരുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. ഈ ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു മറ്റേ ഫോൾഡർ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. അതായത് അവര് യൂഷ്വലി ചുമ്മാ ഇരിക്കുമ്പോ കമ്പോസ് ചെയ്യുന്ന ചില പാട്ടുകൾ ഇടാൻ വേണ്ടിട്ടൊരു ഒരു ഡെസ്ക്ടോപ്പിൽ ഉണ്ടാവുന്ന ഉണ്ടോ അങ്ങനെ ഒരു ഫോൾഡർ? എനിക്കോ അല്ലല്ല വിഷ്ണുവിനുണ്ട്. എനിക്ക് ഉണ്ട് ഫോൾഡർ. പകുതി ഫോൾഡർ ആയിട്ടൊന്നും ഇല്ല, തലക്കകത്താണ്. അത് ഞാനും ഈ വിനായകം ഉണ്ടല്ലോ ഫ്രണ്ട്, നമ്മളൊരു ചെറുതിലോട്ടെ ചെയ്ത ഒരു 100ഓളം പാട്ടുകളുണ്ട്. അത് ഞാൻ ട്യൂൺ ചെയ്യും, അപ്പൊ തന്നെ ലിറിക്സ് എഴുതി വെച്ചതുണ്ട്. അപ്പൊ അതിങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അത് നമ്മളെപ്പോഴേലും ഇതുപോലെ നമുക്ക് സിറ്റുവേഷൻ ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഡയറക്ടറായിട്ട്. റൂഹെ എങ്ങനെയുണ്ട്? റൂഹെ ആക്ച്വലി നിങ്ങൾ കേട്ടോ, ആ പാട്ടിയുടെ കോറസ് ഉണ്ടല്ലോ, ആ മെയിൻ റൂഹെ എന്ന് പറയുന്ന കോറസ്, ആ കോറസിൽ വരുന്ന ആക്ച്വലി ആ ഒരു മെലഡി തന്നെയാണ് നമ്മുടെ ഈ തീമിന്റെ മെലഡി. എൻഡ് ഓഫ് ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിലായാലും ഈ പറഞ്ഞ സാറ തീം ഒക്കെ വരുന്നത് അതൊക്കെ സെയിം ഇതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്യൂൺ ചെയ്യുന്നത്. കാരണം എനിക്ക് ഉണ്ടായിരുന്നു ആ ഒരു സാധനത്തിൽ നിന്ന് വിട്ടുപോകാണ്ട് അതിനകത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്ത ആ കോറസ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ഉണ്ടാവുന്ന ഈ തീമാണ് ഒരു ചെല്ലോ വയലിൻ പീസാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് സോങ് ചെയ്യുന്നത്. എന്നിട്ട് പല്ലവിയും ചരണവും ഒക്കെ കാർത്തിക്കാണ് പാടിയത്. കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ പുള്ളി മലയാളത്തിൽ? അതെ ആണ് തോന്നുന്നത്. എങ്ങനെ പുള്ളി എന്താ പറഞ്ഞ് അപ്രോച്ച് ചെയ്തപ്പോ? പുള്ളിക്ക് അറിയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ തന്നെ സാറിന്റെ കൂടെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. പണ്ട് സാറിന്റെ അടുത്ത് പാടാൻ വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി പാട്ട് കേട്ടിട്ട് ആദ്യം ഓൾറെഡി പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ടാണ്. പുള്ളി വന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞപ്പോ തന്നെ ഓക്കെ, പുള്ളി വെറുതെ പറയില്ല. പുള്ളി വന്നിട്ട് ഈ കോറസ് കേട്ടപ്പോ പുള്ളിക്ക് അങ്ങനെ ഒരു ഇറ്റ് ഹിറ്റ്സ് യു ഹിയർ എന്ന് പറഞ്ഞു. ആ കോറസിന്റെ ഫസ്റ്റ് റൂഹേ വന്നപ്പോ ഒരു ഗൂസ്ബം സാധനം വന്നു. ഈ റിലീസ് ചെയ്യേണ്ട ഈ സോങ്ങിന്റെ അടിപൊളി കമന്റ്സ് വെച്ചായിരുന്നു കുറച്ചൊക്കെ. നമ്മൾ തുടക്കക്കാരനാണല്ലോ, ഇപ്പൊ വായിക്കുമല്ലോ. എന്താ ഫീൽ ചെയ്ത് ആക്ച്വലി ഈ പടം കണ്ടിട്ട് കുറെ പേര് കേൾക്കാൻ വന്നല്ലോ പാട്ട്? അതെ അതെ അതെ, അതെനിക്ക് അറിയായിരുന്നു. കാരണം പടം കണ്ടു കഴിഞ്ഞിട്ട് കൂടുതൽ പേര് വന്ന് കേൾക്കുന്നുള്ളു. കാരണം ഇത് എന്താണ് ഇതിന്റെ സംഭവം, ലിറിക് വീഡിയോ ആണല്ലോ റിലീസ് ചെയ്തത്. അപ്പൊ ഉറപ്പായിട്ടും അത് കുറച്ച് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പടം കാണും. ആ പടത്തിന്റെ കൂടെ പടത്തിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ് ആക്ച്വലി, വെൽ പ്ലേസ്ഡ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അറിയായിരുന്നു എന്തായാലും പടം കണ്ടു കഴിഞ്ഞാൽ വന്ന് രണ്ടാമത് റീവിസിറ്റ് ചെയ്യും. ഇപ്പൊ ഈ ഇത്രയും വർഷത്തെ ഒരു ജേർണി ഉണ്ടല്ലോ ഈ ആസ് എ ഈ പറഞ്ഞ ആസ്പയറിംഗ് മ്യൂസിക് ഡയറക്ടർ, അപ്പൊ ഓൾവേസ് വോണ്ട് ടു ബി മ്യൂസിക് ഡയറക്ടർ പണ്ട് തൊട്ടേ? അതെ, എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ബ്ലെസ്സിങ് ആയിരിക്കാം. ചില ആൾ പറയുന്നത് കാരണം എനിക്കറിയും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ. ഇല്ല ഞാൻ ചെറുതിലേ എനിക്ക് തോന്നുന്നു 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ മ്യൂസിക് കമ്പോസർ ആവാൻ പോകുന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പരിപാടി ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊക്കെ, അതായത് നമ്മള് സ്കൂൾ ഓർക്കസ്ട്രയിലൊക്കെ അവിടെ തന്നെ, സ്റ്റാർ ഒന്നുമില്ല, ഈ കലോത്സവം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഓർക്കസ്ട്ര പെർഫോമൻസ് ഉണ്ടാവും, ബാൻഡ് ഇൻസ്ട്രുമെന്റൽസ്. നമ്മളൊരു 7 പേര് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സാറുണ്ടാവും, മ്യൂസിക് സാറുണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് ഇതിനകത്ത് ഇടപെടാനും ഈ അറേഞ്ച്മെന്റ്സിലും ഇതിന്റെ മനസ്സിലായില്ല. നമ്മൾ മൊത്തത്തിൽ ഇതിന്റെ കോഡ്സും പരിപാടിയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പണ്ടേ ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്തെ ഇതിന്റെ പരിപാടി ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. പിന്നെ അപ്പോഴേ എനിക്ക് വിദ്യാസാഗർ അടുത്ത് പോകണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ഏത് പാട്ട് കേട്ടിട്ട് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് സാറിന്റെ? ഒരു പാട്ടോ, അങ്ങനെ ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. എത്ര പാട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മള് ചെറുതിലേ തൊട്ട് കേൾക്കുന്ന വെണ്ണിലാ ചന്ദന കിണ്ണം തൊട്ട് എല്ലാ പാട്ടും നമ്മളെ തലയിലുണ്ടല്ലോ. അങ്ങനെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു പണ്ട് മ്യൂസിക്കിന് ഭയങ്കര അധികം സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. എൻ്റെ പേരൻസ് ചെറുതിലേ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ചേച്ചിയും എല്ലാവരും. അങ്ങനെ ആ സമയം തൊട്ടേ അവർക്ക് മനസ്സിലായി ഓക്കെ ഇവൻ ഇതിനോട്ട് തന്നെയാണ്. നല്ല സപ്പോർട്ടാണ്. അല്ല പക്ഷെ എന്നാലും ഒരു അൺസർട്ടനിറ്റി ഉള്ള ജേണിയാണല്ലോ. നമ്മള് എപ്പോ സക്സസ് ആവുമെന്ന് നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റാത്തൊരു ജേണി. അപ്പോഴും അവരെങ്ങനെയാ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നത്? ഓക്കെ വൺ ഡേ എനിക്ക് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവും ഞാൻ. ആ സംഭവം എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു? അൺസർട്ടനിറ്റി ഉറപ്പായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറെ പ്രൊഫഷൻ ഉണ്ട്, ഇതിൽ കുറച്ച് കൂടുതലാണ്. ഫിലിം ഫീൽഡിലോട്ട് പോകുമ്പോൾ ഇത് ഒന്നാവോ, എന്താണ് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെ ഉണ്ട്. അത് അവർക്കും ഉണ്ടായിട്ടുണ്ടാവാം കൺസേൺ.
അവര് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നു. ഞാൻ അതാണ് നമ്മുടെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ പെർസെവറൻസ് എന്ന് പറയുമല്ലോ, നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അവർക്ക് തന്നെ മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ തന്നെ പയ്യെ വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യെ, അപ്പോൾ നമ്മൾ പേഷ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ പേഷ്യൻസ് നല്ലോണം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ആരാണെങ്കിലും സപ്പോർട്ട് ചെയ്യും. നേര് കണ്ടോ ഫാമിലിയിലെല്ലാരും എന്താ പറഞ്ഞ ശരിക്കും? എന്റെ കൂടെ തന്നെ കണ്ടു. അതെല്ലാരും ഭയങ്കര ഇമോഷണൽ ആണ്, അവർക്ക് അതിന് പ്രൗഡ്. സോ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയുള്ള ഒരാളാണ് ലാലേട്ടൻ. അപ്പോ വിഷ്ണുവിന്റെ ലൈഫിൽ ലാലേട്ടൻ എങ്ങനെയാ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും, നേരല്ലാതെ, നേര് റാവും അല്ലാതെ? അതിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ ജനറേഷൻ തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര കാലം തൊട്ടായിട്ട് കാണുന്നു രാജസാറിന്റെ. അപ്പൊ അത് ഞാനൊരിക്കലും സ്വപ്നം പോലും വിചാരിച്ചില്ല. ഈ 10 വർഷം മുന്നേ ദൃശ്യം കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആ ഗൂസ്ബംസ് കഴിച്ച തിയേറ്റർ നിലനിന്നുണ്ടല്ലോ ലാസ്റ്റിലെ ക്ലൈമാക്സ് കണ്ടിട്ട്. അപ്പൊ അന്നേരം ഞാനൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല ഒരു ആഫ്റ്റർ 10 years ഇങ്ങനെ അതെ ആ സമയം. അപ്പൊ ഇങ്ങനെ ലാൽ സാറിന്റെ ലാൽ സാർ ഇപ്പൊ ഇന്നലെ കൂടി ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ ലാൽ സാറിന്റെ ഇൻട്രോ വന്നപ്പോ കയ്യടിയും ആൾക്കാരുടെ ഇതും ആ സ്കോറും കൂടി കേട്ടപ്പോ ശരിയാണോ, എന്റെ മ്യൂസിക് ആണല്ലോ ഈ പ്ലേ ആണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഫീലാണ്. ഈ ചില സീനുകളില് ലാലേട്ടൻ ഈ ഡയലോഗ്സ് ഭയങ്കരമായിട്ട് ഡയലോഗുകളുള്ള ഒരു സിനിമ, പ്രത്യേകിച്ച് ഈ സിദ്ദിഖയും ലാൽ സാറും കൂടെ ഉള്ള ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ലാലേട്ടന്റെ തന്നെ 5 ഡയലോഗുകളുണ്ട്. അതിന്റെയൊക്കെ അവസാനം പോയിന്റിൽ വന്ന് നിൽക്കുക നമ്മുടെ ബീജമാണ്. സോ അതിന്റെ ഒരു മൂമെന്റ് എങ്ങനെയാ? ആ ഒരു കാരണം തിയേറ്ററിൽ ഫുള്ളും കൈയെടുത്ത് നിൽക്കുമ്പോഴും തിയേറ്റർ ഫുള്ള് ഇളകി മറിയുമ്പോഴും നമ്മുടെ ബീജമാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടർ. അതെങ്ങനെയാ ഫീൽ ചെയ്ത് ശരിക്കും ഫാൻ ബോയ്? ഓ സന്തോഷം, ഭയങ്കര. നമുക്കും തന്നെ നമുക്കിങ്ങനെ ഈ അഡ്രിനലിൻ റഷ് ഇങ്ങനെ വരും ആ സംഭവം. ഈ തിയേറ്ററിൽ ആക്ച്വലി ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ഷോ കാണാൻ പോയ സമയത്ത് സൗണ്ട് കാരണം നമുക്ക് അതുപോലെ ആൾക്കാരുടെ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അതാ പറഞ്ഞത്, നമ്മൾ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല പക്ഷേ അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷം. ഈ സംഭവം ആക്ച്വലി സീരിയസ് ടോപ്പിക്കാണ്, ഇമോഷണൽ ആണ്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ ഡയലോഗ് വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോ എല്ലാരും ഇന്നലെ തൊട്ട് പറഞ്ഞ സാധനമാണ് ലാലേട്ടൻ ഈസ് ബാക്ക്. ഈ പറഞ്ഞ പോലെ കുറച്ച് സിനിമകൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ഭയങ്കര വലിയൊരു ഹിറ്റ് കൊടുത്തു. ഈ ഇങ്ങനത്തെ ടോക്സ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ റിലീസ് നിങ്ങളുടെ ക്രൂവിന്റെ ഇടയിൽ തന്നെ ലാലേട്ടൻ കംബാക്ക് ചെയ്തെന്നുള്ളൊരു സംഭവം? നമ്മൾ സിനിമ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സ്ക്രീനിൽ സാറിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ത്രൂ ഔട്ട് ഉണ്ട്. അത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അറിയായിരുന്നു, ഓക്കെ പടം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ സന്തോഷമാവും. സാറിനെ ഫാൻ ആവണമെന്നില്ല ആർക്കും. അത് നമുക്ക് എന്നും ലാൽ സാറിനെ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു നല്ലൊരു പെർഫോമൻസ്, അത് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിനിമ വരാത്തോണ്ടാണല്ലോ. അല്ലാണ്ട് ലാൽ സാർ തന്നെയാണ്, അതിൻ്റെ ഇത് മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മളാ നല്ലൊരു എല്ലാം ഒത്തുചേർന്ന് വരിക എന്ന് പറഞ്ഞാൽ സിനിമക്കകത്ത് ഇത് വരുമ്പോൾ തന്നെ ആ റോള് വന്നപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അതാ പറഞ്ഞു, മ്യൂസിക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇൻട്രോസ് ചെയ്യാനായാലും പുള്ളിയുടെ ഓരോ ഡയലോഗുകളും പരിപാടികളും വരുമ്പോൾ നമ്മൾ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് സീനില് വീണ്ടും റീവർക്ക് ചെയ്തത്. സാറ് പറഞ്ഞ കറക്ഷൻ അല്ല, ഞാൻ തന്നെ റീവർക്ക് ചെയ്തത്. എനിക്കും ഞാനും പ്രോഗ്രാമറും കൂടി ഇരുന്നിട്ട് ഗോപകുമാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമറുണ്ട് ഇപ്പോൾ, ഫുള്ളി ഞാനും കൂടി ഇരുന്ന് എനിക്ക് തോന്നുന്നത് അത് വീണ്ടും എനിക്ക് ചെയ്തു പോരാ, ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യാം. അതതിന്റെ ഗുണമുണ്ടായിരുന്നു. എക്സാക്ട്ലി ആ സ്ഥലത്തുമ്പോഴത്തേക്കും എനിക്ക് കയ്യടിയും ഇതൊക്കെ മനസ്സിലായി, ഓ റീവർക്ക് ചെയ്തതിന് ഗുണമുണ്ട്. ഇപ്പൊ ഇതില് ഭയങ്കര സോളായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. അതായത് ഇപ്പൊ സിദ്ദിഖയും അനുശ്വരയൊക്കെ പെർഫോമൻസും ഉണ്ട്, നിന്നിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തിയ ഒരു സീനായിരുന്നു ഈ ഒരു പ്രത്യേക സാധനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻ. അത് ട്രെയിലറിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ള കാണാൻ വേണ്ടി നമ്മൾ സിനിമ കണ്ട ഭയങ്കരധികം അത്യാവശ്യമാണ്. സോ ആ സീൻ ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? മീൻസ് എങ്ങനെയാണ് ആ സീനിന്റെ പ്രോസസ് എങ്ങനെയാണ്? അത് ആ സോങ് വർക്ക് ചെയ്തിട്ട് വന്നതാണ്. നമ്മൾ ആ സോങ് ആക്ച്വലി പടത്തിലുണ്ടായിരുന്നില്ല. സോങ് പ്രോമോ സോങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷെ ഈ തീം ബേസ് ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവിടെ സെറ്റായി. അതെ, അതിന്റെ പ്ലേസ്മെന്റിന്റെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ എഡിറ്റർ വിനായകാണ് അവന്റെ ഒരു സെൻസ് ആണ് അത്.
പുള്ളിയാണ് ഇത് പ്ലേസ് ചെയ്തത് ആ സ്ഥലത്ത്. കാരണം നമ്മൾ അല്ലേ നമുക്കറിയായിരുന്നു ഇതിന്റെ ബിറ്റായിട്ട് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം എന്തായാലും സ്കോറിൽ. പക്ഷെ അങ്ങനെ ഒരു സോങ്ങിന് ഒരു സ്പേസ് അവിടെ ഉണ്ടോ എന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവിടെ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അത് ഇത്രയും സാധനം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഈ സോങ് വരുമ്പോൾ ഒരു വിരസത വരുന്ന ഒരു ഇതുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമകളിൽ പാട്ടുകൾ കുറഞ്ഞു, പഴയ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഇടയിൽ നമ്മൾ സോങ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ സോങ്ങാ പോയിട്ട് വരാം ആ ഒരു ഫീല് വരാൻ സാധ്യതയുണ്ട്. നമുക്കാണേലും ഉണ്ടാവില്ല സോങ് വരുമ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാം. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്റേഴ്സിൽ ചില സ്ഥലത്തൊക്കെ ആൾക്കാർ സോങ് വരുമ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അത് വരാതെ നോക്കും വേണം. എന്നാൽ പിന്നെ അത് സ്കോറാണോ സോങ് ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കോർ ചെയ്തു വന്നു. അപ്പോൾ കറക്റ്റ് ആ സോങ് പ്ലേസ് സോങ്ങിന്റെ ഇടയിൽ സ്കോർ ചെയ്തു. അങ്ങനെ അത് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ സീനിലോട്ട് എത്തിയപ്പോൾ അത് കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ജിത്തു സാറിനോടും അല്ലെങ്കിൽ ശാന്തിമായതിനോടൊക്കെ ചോദിച്ചു. അതായത് ഈ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ എൻഗേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം നമുക്കൊരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എക്സിറ്റ് പോയിന്റ് ഇല്ല. ഫുള്ള് അറിയാണ്ട് നമുക്ക് അതിനകത്ത് പുറത്തടക്കാൻ പറ്റില്ല. അപ്പൊ പാക്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ എന്തോരം ഉണ്ടായിരുന്നു ഒരു മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂന്ന്? ആക്ച്വലി എന്നോട് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആദ്യം തന്നെ എനിക്കതിനെ പാക്ഡ് ആക്കണമെന്നോ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം അത് നമുക്കതാ പറഞ്ഞു വിഷ്വൽസും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയലിസ്റ്റിക് രീതി ഇതിനൊരു പ്ലേ ഉണ്ട്. ഇതിന്റെ കൺവേർസേഷൻ ആണേലും ഷോർട്ട് ഡിവിഷൻ ആണേലും. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരേ സമയത്തൊക്കെ ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ തന്നെ റിയാക്ഷൻസും പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം മാക്സിമം അങ്ങനെ തന്നെയാണ് ചെയ്തത്. നമ്മൾ ഈ സ്കോർ എന്നിട്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഓക്കെ ഓരോ റിയാക്ഷൻസിന് ചെറിയ സട്ടിൽ കാര്യത്തിനൊക്കെ നമ്മളിങ്ങനെ മ്യൂസിക് ചെയ്ത് ചെയ്താൽ പോയത്. ഇപ്പൊ ഈ ജിത്തു സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു ചെറിയ സിനിമയാണ്, ഇതൊരു സാധാ സിനിമയാണ്, ഇതിൽ ട്വിസ്റ്റ് ഒന്നും ഇല്ലാതെ. നിങ്ങളോടും അങ്ങനെ തന്നെയാണോ പറയാറ് ഇതൊരു കൊച്ചു സിനിമയാണ്? അല്ല നമുക്കറിയാലോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അറിയാലോ അങ്ങനെ. അല്ല നമുക്കും എല്ലാവർക്കും ആ ഒരു കൺസേൺ ഉണ്ട്. നമ്മളെപ്പോഴും സാറോട് വീണ്ടും പറയും. കാരണം ഈവൻ എൻ്റെ പ്രോഗ്രാമർ ആണേലും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണേലും ഹാഫ് വേ എത്തിക്കഴിഞ്ഞാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഡിഫോൾട്ടായിട്ട് മനസ്സിലുണ്ട് ഇത് ത്രില്ലറാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ നമ്മള് ബൈ ഡിഫോൾട്ട് ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നത് ത്രില്ലറായിട്ടാണ്. അപ്പൊ അല്ലാതെ എത്ര വർഷം പറഞ്ഞു കഴിഞ്ഞാലും പറ്റിക്കില്ല എന്തോ ട്വിസ്റ്റ് എന്തോ ത്രില്ലർ വരും എന്നുള്ളൊരിതാ. അപ്പൊ ആ പേടി നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് തൊട്ടേ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഡിസ്കഷൻ സാറ് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും നോണാണ് നമ്മൾ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പ്രൊമോഷൻ. ടെൻഷൻ ആയത് കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട് പ്രോസസ്സിന്റെ ഇടയിൽ എവിടെയെങ്കിലും? സാറ് ടെൻഷനാണെങ്കിൽ സാറിന് ഒത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് സാറ് ഭയങ്കര കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഭയങ്കര ഇതാണ്. നമുക്ക് ചെറിയ കാര്യത്തിനൊക്കെ ടെൻഷൻ, സാറ് ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും കാര്യങ്ങൾ. എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? ഇപ്പോൾ നേര് സക്സസ് എന്താണ് ഇനിയിപ്പോ ഒരു മുമ്പോട്ടുള്ള ഒരു ജേർണി പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെ? വേറെ പുതിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇടയിൽ 2-3 ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2-3 വന്നായിരുന്നു. ഞാൻ ഈ 1 at a ടൈം മാത്രമാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഒന്നിച്ച് കാരണം എനിക്ക് പ്രോഗ്രാമേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ കൂമൻ ചെയ്ത് ഒറ്റയ്ക്കായിരുന്നു. ഫുൾ പ്രോഗ്രാമിംഗ് ഒക്കെ ഞാൻ തന്നെ, വേറെ ആരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇച്ചിരി സമയം കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പ്രോഗ്രാം ഗോമോ പറഞ്ഞ പ്രോഗ്രാമറുണ്ട്. അപ്പോൾ പുള്ളിയും ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് പെർഫെക്ഷൻ നോക്കി സമയമെടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഒരു 1 at a ടൈം സിനിമ ചെയ്യാനാണ് എൻ്റെ ഇഷ്ടം. കാരണം ഞാൻ വല്ലാണ്ട് ഇമോഷണലി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ ഒരു പണി ചെയ്ത് തീർക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. ടോപ്പ് ടു ബോട്ടം ഞാൻ ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ചെയ്യണം. അതേന്ന് തോന്നുന്നു. അതിപ്പം വർക്ക് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ മ്യൂസിക് കാര്യത്തിനകത്ത് ഇച്ചിരി പെർഫെക്ഷൻ നോക്കുന്നുണ്ട്. ബാക്കി റിയൽ ലൈഫ് കാര്യത്തിനൊന്നും അങ്ങനെ പെർഫെക്ഷൻ പരിപാടി ഒന്നുമില്ല. സോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേര് തിയേറ്ററിലുണ്ട്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഈ പറഞ്ഞ പോലെ കിട്ടുന്ന അപ്രീസിയേഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. BGM എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിജയം നേര് ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. ഇനി ഒരുപാട് നല്ല സിനിമകൾ വരാൻ സാധിക്കട്ടെ, മ്യൂസിക് ചെയ്യാൻ സാധിക്കട്ടെ. സോ ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ജിത്തു സാറിനോട് ഇനി അടുത്ത സിനിമ പറയാം. ഡെഫിനറ്റ്ലി ഒരു വെയിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ
എല്ലാ ആശംസകളും നേരാണ്. സോ താങ്ക് യു ഫോർ ദ ടൈം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.